ഇന്ന് നമ്മൾ ഒരു കിടിലൻ ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. ഈറ്റിംഗ് ചലഞ്ച്. വെറൈറ്റി. കുറെ ദിവസത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഈറ്റിംഗ് ചലഞ്ച് തുടങ്ങാൻ പോകുന്നത്. ഈറ്റിംഗ് ചലഞ്ച് ആയതുകൊണ്ട് ചെറിയൊരു പേടി. ഇല്ല ഗൈസ്, ഇത് പെട്ടെന്ന് നിന്നുള്ളതാണെങ്കിൽ ഞാൻ ജയിക്കും. അഫ്കോഴ്സ് ഞാൻ തന്നെ ജയിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് പണി ഉണ്ടെന്ന് തോന്നുന്നു. പറയാമില്ല ഗൈസ്, ലെക്ക് അനുസരിച്ച് ഇവൻ പണ്ട് ഒരു ലക്കി എന്ന് പറഞ്ഞിട്ട് നടക്കും, പക്ഷെ ഇവന്റെ ലെക്ക് ഇല്ല. ആര് ശരിക്കും യൂട്ടസിനെ തൂറി എറിയും. ഒന്ന് കിട്ടില്ല, പറഞ്ഞ ശരിയാവത്തില്ല. തുടങ്ങിയാലോ നമുക്ക്? അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ച് എങ്ങനെയാണ് കളിക്കേണ്ടത്? രണ്ട് ഫുഡ് 2 പ്ലേറ്റിൽ വെച്ച് തരും. അതിൽ ഫസ്റ്റ് ആരാണോ കഴിക്കുന്നത് അവര് കഴിച്ച് തീർന്നിട്ട് മറ്റേ ആൾക്ക് പണി കൊടുക്കണം, തോറ്റയാൾക്ക്. എന്നിട്ട് വീണ്ടും ഫുഡ് വരും, വീണ്ടും റിപ്പീറ്റ്. വീണ്ടും ഫുഡ് വരും, വീണ്ടും റിപ്പീറ്റ്. ഇവിടെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ല ഗൈസ്? ഇവിടെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ 2 പേർക്ക് 2 ഫുഡ് വെച്ച് തരും. ആരാദ്യം കഴിക്കും അവര് ജയിക്കും. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവിടെ ആർക്കും മനസ്സിലായില്ല. നീ തൂറി അറിയണ അത്ര മതിയാടാ. ശരി ശരി, ഫസ്റ്റ് സാരമുണ്ട് എടുത്തിട്ടാ ഗൈസ്. വീട്ടിലെ രണ്ടാമത്തെ അമ്മ അനിയത്തിയാണ്. എടുത്തിട്ടാ അച്ഛൻ, നീ അമ്മ എടുത്തിട്ടാ. അച്ഛാ തുറക്കട്ടാ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ലെഗ് പീസ്. 2 പേർക്ക് ലെഗ് പീസ്. ഫ്രൈഡ് ചിക്കൻ. ഫസ്റ്റ് തിന്നാളേ. നീ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാമോ? അടുത്ത പീസാണ് കോഴിയുടെ ബട്ടക്സ് കഴിക്കാതെ. എന്ത് അച്ഛൻ, എനിക്ക് ഈ മാവ് ഇഷ്ടമല്ല, മാറ്റിട്ടോ. ഫുള്ള് കഴിക്കണം. എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞു പീസ് വെച്ചു. ചിക്കൻ പറഞ്ഞല്ലേ അബി, എള്ളും തിന്നോ? എനിക്ക് തിന്നായി. അത് മാവ് 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 ലൈമോട് ലൈമോട്. ഇത് ലൈമല്ല കേട്ടോ, അത് കളർ കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. നമ്മളിങ്ങനെ കുത്തി വരുമ്പോ ചാനിയുടെ മൈൻഡ് മാറ്റണം. നിറയെ കാര്യമില്ല. ഇതെങ്ങനെ ഇത് തിന്നണോ? ഇത് ശരിയില്ല കേട്ടോ. എന്റെ ഇതിൽ നിറയെ എണ്ണ. ഞാൻ തിന്ന ഇത് മാവ് എണ്ണ ആയതുകൊണ്ട് തിന്നില്ല. ഞാൻ ഡയറ്റിലാണ്, അതുകൊണ്ടാണ് എണ്ണ ഉള്ള സാധനം തിന്നാത്തത്. തിന്നണമെങ്കിൽ എല്ലാം തിന്നണം. ഞാൻ എല്ലാം തിന്നാത്തോണ്ടാണ് ഞാൻ ജയിക്കാത്തത്. അപ്പൊ ഗൈസ്, ആനി തോറ്റ്. ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് പണി കൊടുക്കാൻ പറ്റും. കുലിക്കരുത്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് വേണ്ടത്? തലയിൽ മാത്രം അടിക്കാതെ ഒരു മീശ ആദ്യം വരച്ചു കൊടുക്കാം. വൈറസ് വരുമ്പോടാ പണി കൊടുക്കുന്ന പണി കൊടുക്കണം. 30 സെക്കൻഡ് ഉള്ള 30 സെക്കൻഡ് ഇവിടെ അടിക്കാൻ തുടങ്ങില്ല. അച്ഛാ എന്താ വടി ഒരു സേവിങ് സീറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഇത് പാവള പണി. ഇതിപ്പോ ആർക്ക് പണി കിട്ടി? അത് ഫൗള. ഇപ്പൊ ഇത് ആർക്കാണ് പണി കിട്ടിയെന്ന് അറിയത്തില്ല. ഇങ്ങനെ നോക്ക്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് തീർന്നിരിക്കുന്നു. ഗ്രൈൻഡറിനകത്ത് കൈയിട്ട് ഇതാണ് അവസ്ഥ. ഇനി പോ എങ്ങനെയായിരിക്കും? അടുത്ത ഫുഡ് കഴിക്കാനുള്ളതാണ്. ആ കൈ തടച്ച. അപ്പൊ അടുത്ത റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ഗൈസ്. ഫസ്റ്റത്തെ റൗണ്ടിലെ ക്ഷീണിച്ച് പണി ആർക്ക് കിട്ടിയെന്നാൽ ഇപ്പൊ അറിയാത്ത. അപ്പൊ നമുക്ക് അടുത്ത സാധനം നോക്കാം. 3 2 1. അയ്യോ, എനിക്കിത് പൊട്ടിക്കാൻ അറിയത്തില്ല.
എനിക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല. എനിക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാനാണ് ഇതിൽ ജയിച്ചത്. അപ്പൊ ഞാനാണ് അമ്മിന് പണി കൊടുക്കേണ്ടത്. പെട്ടല്ലോ നാഥാ. ഞാൻ ആനിക്ക് പണിയെടുത്തല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ വിരവിയല്ല. ഇപ്പൊ നോക്കിക്കോ. എന്തൊക്കെ ആയാലും ഞാനാണ് അഭിന് പണി കൊടുക്കേണ്ടത്. ചെല്ലക്കുട്ടി അമ്മക്കുട്ടി ബാബാ. കാണിച്ചു തന്ന ആവത്തില്ല. ഇങ്ങനെ ഒന്നല്ല ഇത് കളിക്കേണ്ടത്. കണ്ടേ വെള്ളം തട്ടി കളയണ്. ഞാൻ സഹകരിച്ചത് കണ്ടില്ലേ? അതുപോലെ സഹകരിക്കണ്ടേ? പൗഡറിലായിട്ട് നിന്നെ മോത്തനെ മാന്തി വെച്ച് ഇവിടെ കാന്തുന്നു. സോറി ഗൈസ്, എനിക്ക് നഖമുണ്ട്. അടുത്ത ഗെയിം ഞാൻ ബുദ്ധിപരമായിട്ട് കളിക്കും. പൊട്ടിക്ക് അറിയാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. പൊട്ടിക്ക് അറിയത്തില്ല ഗൈസ്. ഹായ്, ഡൈനോസറാ അത്? ഇല്ല, ആമ. അടുത്ത ഫുഡ് സെറ്റ് ചെയ്തിട്ട് തുറക്കട്ടാ. കുട്ടിച്ചാത്ത ഞാനാണ് പണി കൊടുക്കേണ്ടത്. താടി പണി വേണം. അടങ്ങാനരി നോക്കട്ടെ. സിന്ദൂരപ്പൊട്ടുകളും ഈ നല്ല നെറ്റിയിലൊന്നും സൂര്യനുദിച്ചിരുന്നു. പണ്ടെങ്ങും സൂര്യനുദിച്ചിരുന്നു. മാസല്യ തീരായിട്ടാകും. അപ്പൊ അടുത്ത സാധനം. ഓക്കെ അബി, നീ ഓക്കെ അല്ലേ? നീ ഹാപ്പി അല്ലേ അബി? ഒരു മുളകല്ല തിന്നെ പറ്റില്ല. കാഞ്ചനെ പോലെ ഇരിക്കുന്നു എന്നെ കാണാൻ. നമ്മള് ജയിച്ചാലേ പറ്റൂ. പിന്നെ എന്ത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അമ്മക്ക് അമ്മ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. പയ്യെ പയ്യെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ടാലിയായി ഗൈസ്. ഇപ്പൊ രണ്ടുപേരെ കാണാൻ ടാലിയായി. കമന്റ് ചെയ്യണേ ആര് സൂപ്പർ ആയിക്കണത് കാണാനായിട്ട്. ജെന്യൂൻ കമന്റ് ഉള്ളി. ആര് നല്ല കുട്ടിയാണ് ഗൈസ്. അപ്പോ അടുത്ത സാധനം ഗൈസ് ജയിച്ചാൽ അത്രേ ഭാഗ്യമുള്ളൂ. അപ്പൊ എന്നെ നോക്ക്. ചത്ത് കിടന്നെങ്കിലും ജയിക്കും ഗൈസ്. അടുത്ത സാധനം. ഈ കൊലത്തിൽ എനിക്ക് ചിരിക്കാൻ പോലും പറ്റില്ല, കാരണം ഞാൻ ചിരിച്ച ആരെങ്കിലും പേടിച്ചാൽ. ഞാൻ തുറന്നായി ഗൈസ്. വയറ് ഫില്ലായി ഗൈസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ കവർ കവർ.
ടാക്ടിക്കൽ മൂവ്. ഞാൻ ഇപ്പൊ എല്ലാം കഴിക്കുമ്പോ ലാസ്റ്റത്തെ ചിലത് ജയിക്കാൻ വേണ്ടിട്ട് ആളുകൾ കഴിച്ചു ആളുകളാണ് തോക്കൻ സമ്മതിക്കല്. ഞാൻ കഴിച്ച സീനാ കേട്ടെ. ഞാൻ തോറ്റ് പാട് വരുന്നേ. അപ്പൊ ഗൈസ് അബിന് ഛർദിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ജയിച്ച് ഫിനിഷ് കേട്ടാ. ഗായ്സ് അവൻ പറഞ്ഞു അവന്റെ മൂക്കിന്ന് രക്തം വരണമെന്ന്. അവന് ലിപ്സ്റ്റിക് ഇട്ടോണ്ട് അവന് പൈ തന്നാ പോലെ. അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞ് അബിന് ഇപ്പോഴും ഛർദിച്ചോണ്ടിരിക്കുന്നു. അബിന് വന്നിട്ട് നമുക്ക് അബിന് പണി കൊടുക്കാം. എന്തായാലും പണി കൊടുക്കണ്ടേ. കഴിഞ്ഞ ചാലഞ്ചിന് ഫുഡ് ഒട്ടും സെറ്റ് ആയില്ല ഗൈസ്. ഞാൻ അങ്ങനെ പോയി വാൾ വെച്ചു 1-2 പ്രാവശ്യം 4 വാൾ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് കുളിച്ചിട്ട് ആ വാൾ വെച്ച ഡ്രസ്സിന് വീണ്ടും ഇടാൻ പറ്റ എന്റെ മനസ്സേ. ഇവന്റെ എല്ലാം പോയി. അപ്പൊ ഞാൻ അടുത്ത ഇവന്റെ പണി കൊടുക്കുന്നത് മോശമല്ല. അപ്പൊ എല്ലാം ഒന്നിട്ട് കൊടുക്കാതെ പൗഡറും സിന്ദൂരും അങ്ങനെ തന്നെ ഇരിക്കുന്നു ഗൈസ്. പൗഡറിന് തീന്നു വാങ്ങി അമ്മയ്ക്ക് വീട്ടില്. അതല്ലടാ നീ നേരത്തെ പറഞ്ഞത് സിന്ദൂര പൊട്ട്. നോക്കട്ടെ നീ എന്താ നീ നേരത്തെ എന്താ പറഞ്ഞു? അത് ഞാൻ പൗഡർ ഇട്ട് കൊടുത്ത്. അത് നീ കുളിക്കാത്ത സമയത്ത് അതൊക്കെ ഇങ്ങനെ പോയി. അടുത്ത് നമുക്ക് സിന്ദൂരൊക്കെ കൊടുക്കാം. ചെല്ലമ്മ നോക്കട്ടെ. ലിപ്സ്റ്റിക് കുളിച്ചിട്ട് വല്ല പോണില്ല. നാളെ രാവിലെ നീ കോളേജിൽ പോകാനുള്ളതാണ്. കൊടുക്കാന്നതേ ഉള്ളൂ. ഇത് രണ്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു. ഇനിയാണ് ഞാൻ അടുത്തത്. അഭിനല്ല ഇട്ടിരുന്ന അഭിനല്ല. നോക്കി അടുത്ത ചലഞ്ചിലിട്ടോ. അടുത്ത ചലഞ്ചിലിട്ടോ. തൊത്തോ നീ. ഓക്കെ കണ്ണു തുറക്കുവാണേ. ഓക്കെ സാധനം നോക്കാം. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവ ഛർദിച്ച് കളഞ്ഞു. നമ്മളിപ്പോ കഴിക്കുന്നത് പൊറോട്ടയും ബീഫുമാണ് ഗൈസ്. ഇത് ആര് ജയിക്കോ അവർക്ക് പണി കൊടുക്കാം. തോറ്റ് രാത്രി പൊറോട്ട തിന്നേന്ന് അമ്മ പറഞ്ഞു. അതൊന്നും കഴിക്കണ്ടോ. രാത്രി പൊറോട്ട കഴിക്കേണ്ടത് എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അബി ഛർദിക്കും. എല്ലാം വിട്ടു. ഇത് മറക്കത്തില്ല. അത് കണ്ണ് വിടാതിരിക്കാനാണ് ഞാൻ അസുഖം. എത്ര പെണ്ണുങ്ങളെന്നറിയാൻ എന്റെ ബാക്കിൽ നടക്കുന്നത്. ഞാൻ കാണുന്നില്ലല്ലോ ആരെയും. നല്ല പൊറോട്ടയും ബീഫും 2 ബീഫ് എടുത്തിരിക്കുന്നു. നിന്റെ പകുതി കുറഞ്ഞ അവിടെ ലാസ്റ്റ് തിന്നാൻ പറ്റുന്നില്ല. തിന്നണമേ മനസ്സില്ല. ഇതാ നോക്കി തിന്നുന്നു. ഇത് മാത്രം നോക്കി തിന്നുന്നു. എനിക്ക് എന്തോ വരാൻ പോണ. എനിക്ക് പേടിയായിട്ട്. ഞാൻ ജയിച്ച് പണി കൊടുക്കണ്ടേ നമുക്ക്. ഇന്നെന്റെ ബാഡ് ഡേ. വാ വാ കരി എവിടെ? ടർഫ് വരത്തല്ല ടർഫ്. കുഞ്ഞെടുത്ത് പാകിസ്ഥാനിൽ ഒരു തീവ്രവാദിയെ കിട്ടിയിട്ടുണ്ട്. അവന് ലവ് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് ലവ് അറിയില്ല. ആനിക്ക് ഇങ്ങനെ ലവ് വരച്ചു കൊടുക്കുമ്പോ എന്നാലും എന്റെ അത്ര ആനി വന്നില്ല. പിടിയേ അടുത്ത ഫുഡ് പോരട്ടെ ഗൈസ്. ആണ് നമ്മള് കണ്ണു തുറന്ന് അടുത്ത സ്ഥലത്ത് എങ്ങനെയെങ്കിലും ജയിക്കണം ഗൈസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ അകത്ത് വിഴുങ്ങിട്ട് ഞാൻ ചവച്ചില്ല. ഞാൻ വിഴുങ്ങിട്ട് അങ്ങനെ
ഇവരെന്തെങ്കിലും വരും, അസുഖം വരും. സത്യം പറഞ്ഞ ഒരു മുന്തിരി എന്നെ കണ്ണിൽ കണ്ടില്ല. ഞാൻ എന്ത് സാധനം പോലും കണ്ടില്ല. ഇന്നലെ എന്തോ ഒരു സാധനം കുഞ്ഞു കളറിൽ ഇരുന്ന് ഞാൻ ഇങ്ങ് നോക്ക് ഗൈസ്, ഇങ്ങ് നോക്ക്. ഇതെന്താ സാധനാനി? അതാ പറയ്ക്കാനുള്ള കഴിവ്, തിന്നാനുള്ള കഴിവുണ്ട് ഗൈസ് എനിക്ക്. ഇനി ലാസ്റ്റ് ഫുഡാണ് ഗൈസ്. ഇതിൽ ആര് ജയിക്കും? ആര് വലുതായിട്ട് പണി കൊടുക്കും? അടുത്ത സാധനം കന്നഡ. നീ കണ്ണടാ തുറക്കണ്ടാ. ഓക്കെ, 1 2 3. നില്ല നീ ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കും. 3 2 1 പറയാനി. ഇത് അവസാനത്തെ റൗണ്ടാണ്. എല്ലാം ദൈവത്തിന്റെ കഴിയില്. 3 2 1. Finish. Draw guys, draw. സമതല അവസാനമായിട്ട് ഇവൻ എന്നെ എന്തെങ്കിലും എനിക്ക് ഇവിടെ എന്തെങ്കിലും. ഓക്കെ. അപ്പൊ ഓക്കെ ഫസ്റ്റ് നീ. ഫസ്റ്റ് ഞാനാ. വാ തുറങ്ക. സെക്കൻഡ് അഭിനയ റെഡി 1 2 3 1 2 3 4. 15 സെക്കൻഡ്. 15 സെക്കൻഡ്. എന്റെ 15 സെക്കൻഡ് തുടങ്ങാവുന്ന എണ്ണ. 15 1 5 6 7 8 9 10 11 അയ്യോ കാലയാക്കില്ല. 15 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിച്ചു ഇങ്ങനെ ആക്കാനാണ് പഠിപ്പിച്ചത്. എനിക്കൊരു കാത് കേൾക്കില്ല. ഇതെന്തോന്നൊരു ചലഞ്ച് ചെയ്യാമെന്ന വന്ന കിട്ടും ഈ കിട്ടും. പോയിട്ട് വരാം. അടുത്ത വീഡിയോ ഇനി 1 മാസം കഴിഞ്ഞ് കാണും. ശരിയടാ, ഇനി ഇങ്ങനത്തെ ചലഞ്ച് വേണ്ട കേട്ടോ.